ക്ലേശകാലമാണെങ്കിലും ഈ ടൈം കഴിയുമ്പോൾ ചേഞ്ച് ചെയ്യുമ്പോൾ അവൻ നിന്നെ ഉയർത്തിക്കൊണ്ട് വരും. അപ്പം ഈ കാലത്ത് നീ എന്ത് ചെയ്യണം? ഇവളെന്താ ചെയ്തതെന്ന് പറയും, ഇവള് ഇങ്ങനെ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ പിന്നെ ആരുടെയും മുമ്പിൽ നിനക്ക് മുട്ടുമടക്കേണ്ടി വരികയില്ല എന്ന് പറഞ്ഞത് ഇവൾക്ക് അഭിഷേകമായി. വചനത്തിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ ഈ മാനുഷിക വചനമായിരിക്കും, പക്ഷേ അതിൻ്റെ അകത്തുള്ള സ്റ്റെമ്മില്ല, ജീവനെന്ന് പറയണത് അതിൻ്റെ കറസ്പോണ്ടിങ് വേർഡ് ഓഫ് ഗോഡ് വേറെ ഉണ്ടാകും. ഞാൻ ഈ മാനുഷിക ഭാഷ പറയുന്ന വചനത്തിൻ്റെ ആത്മാവ് യഥാർത്ഥ വചനം തന്നെ ആയിരിക്കും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ഇതാണ് ഇതിൻ്റെ ആക്ച്വൽ വേർഡ് ഓഫ് ഗോഡ്. ഇതിൻ്റെ തന്നെ അഭിഷേക സമയത്ത് ഇതാണ് ഇതിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അത് കറക്റ്റ് വേർഡ് ഓഫ് ഗോഡാണ്. എന്താണ്? മനുഷ്യന്മാരിൽ അഭയം തേടരുത്, രക്ഷ നൽകാൻ കഴിയാത്ത മനുഷ്യരിൽ ആശ്രയിക്കരുത്. അതാണ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് ഈ പറയുന്നത്. എന്താണ്? നിങ്ങൾ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിൽ നിങ്ങൾക്ക് മുട്ടുമടക്കേണ്ടി വരത്തില്ല. ഇപ്പം നമ്മൾ എത്ര പേരുടെ മുമ്പിൽ മുട്ടുമടക്കുന്നുണ്ട്? ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ കയ്യിൽ മുട്ടുമടക്കണം, പലിശക്കാരൻ്റെ അടുത്ത് മുട്ടുമടക്കണം, ബാങ്ക് മാനേജറിൻ്റെ അടുത്ത് മുട്ടുമടക്കണം, അല്ലേ? ഇങ്ങനെ ലോകത്തിലുള്ള ഓരോ മനുഷ്യന്മാരുടെ മുട്ടുമടക്കി പ്രഖ്യാപിത അടിമയായിട്ട് ജീവിക്കണം. നമ്മൾ ഈ അടിമ ജീവിതം അവസാനിപ്പിക്കാൻ കർത്താവ് തന്നെ തിരിച്ചു വിളിക്കുന്നു. കാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും, തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും, എന്നെ ഉയർന്ന പാറമേൽ നിർത്തും. ഈ ക്ലേശകാലത്ത് ദൈവം സംരക്ഷിക്കുന്ന രീതികളാണ്. അപ്പോൾ ദൈവ സംരക്ഷണം എപ്പോഴായാലും ക്ലേശകാലത്തായാലും ഉണ്ടാകും. പക്ഷെ നീ അത് ശ്രദ്ധിക്കണമെന്നേ ഉള്ളത്. ഇപ്പം ലിയ സെബാസ്റ്റ്യൻ ശ്രദ്ധിച്ചു. ആ ഒരു ശ്രദ്ധ എന്ന് പറയണത് ദൈവം ഇന്നല്ലെങ്കിൽ നാളെ വന്ന് എന്നെ വിളിക്കും. ഞാൻ മുറി അടച്ചിട്ട് ഭക്ഷണം കഴിക്കാതെ ഡിപ്രസ്ഡ് ആയിട്ട് കരഞ്ഞു തല്ലി എൻ്റെ ജീവിതം പോലും ഇനി എനിക്ക് എന്തിനെന്ന് പറഞ്ഞ ബാധ്യതയായിട്ടിരിക്കണമെങ്കിലും എപ്പോഴെങ്കിലും കർത്താവ് എൻ്റെ അടുത്ത് വരും എന്നുള്ള ഒരു ഓർമ്മ അവൾക്കുണ്ട്. ആ ഓർമ്മയിലാണ് ഈ വചനം അവളെ സ്പർശിക്കുന്നത്. എന്താണ്? നീ ക്രിസ്തുവിൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയാൽ വേറെ ആരുടെ മുമ്പിലും മുട്ടുമടക്കേണ്ടി വരത്തില്ല. നമ്മൾ നിസ്സാരമെന്നും അന്നത്തെ കാലമല്ലേ എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞ വിഷയങ്ങളെല്ലാം ഇപ്പോഴും ഡിലീറ്റായിട്ടില്ല. നോൻപ് കാലത്ത് നിങ്ങളും എന്നെപ്പോൾ ഒരു ആത്മശോധന ചെയ്യണം. ഉടമ്പടി എടുത്തൊക്കെ കാര്യം ശരിയാണ്. മാതാവ് എനിക്ക് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഒരു ദൈവം എന്നെ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അത് യോഗ്യത കർത്താവ് അല്ലെങ്കിൽ എൻ്റെ അയോഗ്യത പരിഹരിച്ചുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടെങ്കിലും കർത്താവിൻ്റെ മുമ്പിൽ എന്നെക്കുറിച്ച് ഇപ്പോഴും സങ്കടങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇതുപോലെ സങ്കടങ്ങളുണ്ടോ എന്ന് തിരിച്ചിട്ട് വേണം നോൻപ് കാലത്തിൻ്റെ അനുതാപത്തിലേക്ക് ഉടമ്പടി പ്രകാരം പ്രവേശിക്കാൻ. പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടികള് ബലവത്താകുന്നതിന് വേണ്ടി എൻ്റെ ജീവിതത്തിലെ നിന്റെ മനസ്സിലെ ഇപ്പോഴും മായാതെ നിൽക്കുന്ന തിന്മകളെ ഓർത്തുകൊണ്ട് അനുദപിച്ച് ആത്മാവിന്റെ കണ്ണീരിലെ അനുതാപത്തിന്റെ കണ്ണീരിലെ ആത്മാവിനെ കഴുകുവാൻ അഭിഷേകം ചെയ്യണമേ. കർത്താവ് രണ്ടു തരം മനുഷ്യരെയാണ് തിരിച്ചിരിക്കുന്നത്. കുറേ പേര് അനുതാപം ആവശ്യമുള്ളവരെന്ന് തിരിച്ചിട്ടുണ്ട്. ഈ അനുതാപം ആവശ്യമില്ലാത്തവരുമുണ്ട്. അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ ദൈവത്തിന് ഇഷ്ടം അനുതാപം ആവശ്യമുള്ളവരെയാണ്. ലൂക്കായുടെ സുവിശേഷം 15:7. ലൂക്കാ 15:7. അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ദൈവം അനുതാപത്തെ രണ്ടായിട്ട് തിരിക്കുന്നു. അനുതാപം ആവശ്യമില്ലാത്ത മനുഷ്യര്, പിന്നെന്താണ് അനുതാപം ആവശ്യമുള്ള മനുഷ്യർ. ഈ അനുതാപം ആവശ്യമുള്ള മനുഷ്യരാണ് ദൈവത്തിൻ്റെ ഫോക്കസിങ്ങിലുള്ളത്. അവരനുദപിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അനുതാപം ആവശ്യമില്ലാത്തവരെക്കാൾ കൂടുതൽ ദൈവത്തിന് സന്തോഷമുണ്ടാകും. പക്ഷെ ഒരു പ്രശ്നമുണ്ട്.
എന്താണ് അനുതാപം? ഈ ആവശ്യമുള്ള ആൾക്കാർ അവരെ തന്നെ രണ്ടായിട്ട് ദൈവം തിരിച്ചിട്ടുണ്ട്. അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ ദൈവം അവസരം കൊടുത്തിട്ടില്ല. അതാണ് അനുതാപം ആവശ്യമുണ്ട്, പക്ഷേ അവസരം കിട്ടിയിട്ടില്ല എങ്കിൽ അതാണ് ഏറ്റവും വലിയ അപകടം. ഇപ്പം നിങ്ങൾക്ക് അവസരം കിട്ടില്ലേ? എനിക്ക് അവസരം കിട്ടില്ലേ? അതാ വിഷയം. അനുദപിക്കാൻ അവൻ അവസരം കൊടുത്തില്ല. ടേക്ക് ദ ബ്രെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹെബ്രായർ 12:17. ഹെബ്രായർ 12:17. പിന്നീട് അവകാശം പ്രാപിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ തിരസ്കരിക്കപ്പെട്ടുവെന്ന് നിങ്ങൾക്കറിയാമല്ലോ. യേശാവിന്റെ കാര്യമാ. കണ്ണീരോടെ അവൻ അത് ആഗ്രഹിച്ചെങ്കിലും അനുദപിക്കാൻ അവന് അവസരം ലഭിച്ചില്ല. കണ്ട ട്രാജഡി, കണ്ട മനുഷ്യരെങ്ങനെയാണ് രണ്ടായിട്ട് തിരിക്കണത്? ഒന്ന്, അനുതാപം ആവശ്യമില്ലാത്തവർ വിശുദ്ധന്മാരായിരിക്കാം, പക്ഷേ അവരെക്കാൾ ദൈവത്തിന് സന്തോഷം ആരാണ്? പാപിയുടെ അനുതാപം ആവശ്യമുള്ളവരെയാണ്. ഈ അനുതാപം ആവശ്യമുള്ളവർ തന്നെ രണ്ട് തരമുണ്ട്. എന്താണ്? അനുദപിക്കാൻ അവസരം കൊണ്ട് കിട്ടിയവരും കിട്ടാത്തവരും. അത് ഈ അനുദപിക്കാൻ ആവശ്യമുണ്ടായിട്ടും അവസരം കിട്ടാത്തവരാണ് ശരിക്കും പറഞ്ഞാൽ ഭൂമിയിൽ വെച്ച് തന്നെ നരകത്തിന് അടിപ്പെട്ടു പോകുന്ന ആൾക്കാർ. അതുകൊണ്ട് അവസരം മുതലാക്കാൻ നോക്കണം. നിങ്ങൾ പേരെ പല അവസരങ്ങളും ജഡിക മനുഷ്യൻ മുതലാക്കുന്നുണ്ട്. കണ്ണിന് ദുരാശ, ശരീരത്തിന് ദുരാശ, ജീവിതത്തിൻ്റെ അഖണ്ഡ കൊണ്ടുണ്ടാക്കുന്ന പല അവസരങ്ങളും നമ്മൾ മുതലാക്കും. പക്ഷെ അനുദപിക്കാനുള്ള അവസരം മുതലാക്കത്തില്ല. ദാറ്റ് ഈസ് അവർ ട്രാജഡി. ശ്രുതികട ഹല്ലേലൂയ. ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അനുതാപം ഉടമ്പടിയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്.